السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. ബഹുമാന്യ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതരായ വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകണം. അള്ളാഹുവിൻ്റെ സർവത്ര തൗഫീഖുകൾ ലഭിക്കുന്ന വിശ്വാസികളായി ജീവിക്കുവാനും വിശ്വാസത്തോടുകൂടെ മരിക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാകണം. നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും എല്ലാം അള്ളാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് വെക്കുമാറാകണം. സഹോദരങ്ങൾ, സാമൂഹികമായ ഒരു വിഷയമാണ് ഇന്ന് പരാമർശിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പുതിയ ഒരു വർഷം നമ്മളിൽ ഇന്ന് പിറന്നിരിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവത്തെ അനുസ്മരിക്കുന്ന പുതിയ വർഷമാണ് നമ്മിൽ ഉദയം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുതുവർഷ പുലരിയിൽ പ്രവാചക ജീവിതത്തിലെ ത്യാഗോജ്ജലമായ ഹിജ്റയെ സംബന്ധിച്ച്, അത് നൽകുന്ന സന്ദേശത്തെ സംബന്ധിച്ച് അല്പമൊക്കെ നാം ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് എല്ലാ കാലങ്ങളിലും അഭയാർത്ഥികളുണ്ട്. നാം ജീവിക്കുന്ന സർവ്വ സൗകര്യമുള്ള ആധുനിക യുഗത്തിലും മനുഷ്യർ നാട് വിട്ട് മറ്റ് നാടുകളിലേക്ക് അഭയം തേടി പോകുന്നുണ്ട്. ഉപജീവനത്തിന് വിഷമിക്കുന്ന ഘട്ടങ്ങളിൽ അതന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ട്. പൗരാണിക കാലങ്ങളിലും എത്രയോ സമൂഹങ്ങൾ നാടുകൾ വിട്ട് മറ്റ് നാടുകളിലേക്ക്, തീരങ്ങളിലേക്ക്, ജലസൗകര്യമുള്ള പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ചരിത്ര പശ്ചാത്തലമാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ ഹിജ്റ എന്ന സന്ദേശത്തിനുള്ളത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് അതിത്ര പ്രാധാന്യപൂർവ്വം അനുസ്മരിക്കപ്പെടേണ്ടി വന്നിട്ടുള്ളത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഖലീഫമാരുടെ ഭരണകാലം, അതിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇസ്ലാം ലോകത്ത് വ്യാപിച്ച ഘട്ടമാണ്. ഏകദേശം 50 വർഷങ്ങൾ പിന്നിടുമ്പോഴേക്കും ഏഷ്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട്. ഏകദേശം സമാനമായ കാലത്ത് തന്നെ
നമ്മുടെ കേരളത്തിലും ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിച്ചു എന്നാണ് കൊടുങ്ങല്ലൂർ രേഖകൾ നമുക്ക് നൽകുന്നത്. ഹിജറയുടെ ആദ്യഘട്ടത്തിൽ കൊടുങ്ങല്ലൂരിൽ വെച്ച് അവിടുത്തെ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ നടന്നിട്ടുള്ളൊരു കരാറുണ്ട്, സാമ്പത്തിക കരാർ. ജൂത വ്യവസായികളുമായി നടത്തിയ കരാറിൽ സാക്ഷികളായി ഒപ്പിട്ടത് 5 മുസ്ലിം പേരുള്ള ആളുകളാണ്. അത് സൂചിപ്പിക്കുന്നത് വ്യവസായ കരാറിന് സാക്ഷികളാകാൻ മാത്രം ആ പ്രദേശത്ത് മുസ്ലിം കച്ചവടക്കാർ അറിയപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്ന വസ്തുതയാണ്. ഏകദേശം ഹിജറ 35-ൻ്റെയും 40-ൻ്റെയും ഇടക്ക് നടന്നിട്ടുള്ള കരാറായിരുന്നു അത്. അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വളരെ കുറച്ചു കാലം കൊണ്ട് ഇസ്ലാം ലോകത്ത് അതിവേഗത്തിൽ പ്രചരിച്ചു. ഈജിപ്ത്, സിറിയ, ഫലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ക്രിസ്തുമത പ്രദേശങ്ങളായിരുന്നു. ഇറാൻ, ഇറാഖ് പോലെയുള്ള പ്രദേശങ്ങൾ സൗരാഷ്ട്ര മതക്കാരായിരുന്നു ആ രാജ്യത്തുണ്ടായിരുന്നത്. ഇങ്ങനെ ബിംബാരാധകരും വേദങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ, ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ തന്നെ മൊറോക്കോ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ, ഇതെല്ലാം ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിൽ പ്രചരിക്കുകയും ഇസ്ലാമിനെ സ്വന്തം മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തെ സ്വീകരിക്കുകയും മാത്രമല്ല സ്വന്തം ഭാഷ വിസ്മരിച്ച് മുസ്ലിങ്ങളുടെ ഭാഷ തങ്ങളുടെ ഭാഷയായി സ്വീകരിക്കുകയും ചെയ്ത രാജ്യങ്ങളാണ്. അതിൽ നിന്ന് മാറി നിന്ന സംസ്കാരം നമ്മൾ കാണുന്നത് ഇറാനിൽ മാത്രമാണ്. അവർ അന്നു മുതൽ ഇന്ന് വരെയും അറബി ഭാഷയോടൊപ്പം തന്നെ തങ്ങളുടെ പാരമ്പര്യ ഭാഷയായ പാർസി നിലനിർത്തുകയും ചെയ്തു. ഇങ്ങനെ വിശാലമായ ഒരു ഭൂപ്രദേശം ഏക ഖിലാഫത്തിന്റെ കീഴിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത കലണ്ടറുകളാണ് വിവിധ പ്രദേശങ്ങളിൽ അന്ന് അവലംബിച്ചു വന്നിട്ടുള്ളത്. മക്ക കാലഘട്ടങ്ങളിൽ ആളുകൾ സ്വീകരിച്ചു വന്നത് ആനക്കലഹ വർഷം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. യമൻ രാജാവായിരുന്ന ഭരണാധികാരിയായിരുന്ന അബ്രഹയുടെ നേതൃത്വത്തിൽ ആനപ്പടയുമായി കഅബ പൊളിക്കാൻ വേണ്ടി വരികയും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ അക്രമി വിഭാഗത്തെ, പക്ഷിക്കൂട്ടങ്ങളെ അള്ളാഹു നിയോഗിക്കുകയും ചെറുകല്ലുകൾ കൊണ്ട് എറിഞ്ഞ് അവരെ നശിപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ആ സമൂഹത്തെ നശിപ്പിച്ച സംഭവം സൂറത്തുൽ ഫീൽ, ആന എന്ന് പറയുന്ന അധ്യായത്തിലൂടെ അത് വിശദീകരിക്കുന്നുണ്ട്. ഈ ചരിത്ര പ്രാധാന്യമുള്ള സംഭവം നടന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രാമത്തെ വർഷം ഇങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ കാലഘടന സ്വീകരിച്ചു എന്ന രീതി ആ സമൂഹത്തിലുണ്ടായി. ഇതേ സമയത്ത് ഈജിപ്ത്, സിറിയ, ഫലസ്തീൻ, ജോർഡാൻ തുടങ്ങിയ പ്രവിശ്യകളിലെല്ലാം ക്രൈസ്തവ കലണ്ടർ അനുസരിച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിനത്തെ അല്ലെങ്കിൽ ജന്മവർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കലണ്ടർ, പേർഷ്യൻ ചക്രവർത്തിമാരുടെ ഭരണപ്രദേശങ്ങളിലും മറ്റു തരത്തിലുള്ള കലണ്ടർ, ഇങ്ങനെ വ്യത്യസ്ത കലണ്ടറാണ് മുസ്ലിം ഖിലാഫത്തിന്റെ കീഴിൽ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരിച്ചു വന്നിരുന്നത്. ഇത്തരം സാഹചര്യത്തിലാണ് ചില ആളുകൾ ഖലീഫയുടെ മുമ്പിൽ അഭിപ്രായം പറഞ്ഞു, നമുക്ക് ഏകീകരിക്കപ്പെട്ട കലണ്ടർ ഉണ്ടായിരിക്കണം. ഖലീഫ മുസ്ലിം നേതാക്കന്മാരെ, ഗവർണർമാരെ വിളിച്ചു കൂട്ടി മദീനയിൽ വെച്ച് മുഷാവറ നടന്നു, കൂടിയാലോചന സമിതി നടന്നു. ആ ഷൂറ കൗൺസിലിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിജ്റ തെരഞ്ഞെടുത്തു. ഇസ്ലാമിക ചരിത്രത്തിലും ശ്രദ്ധേയമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനത്തെ ക്രിസ്ത്യാനികൾ അടിസ്ഥാനപ്പെടുത്തിയതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ വർഷത്തെ സൂചിപ്പിച്ചുകൊണ്ട് കലണ്ടർ മുസ്ലിങ്ങൾക്ക് അവലംബിക്കാം. പക്ഷെ അതുണ്ടായില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ പ്രാധാന്യമുള്ള യുദ്ധമായിരുന്നു ബദർ. ആ ബദർ യുദ്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കലണ്ടർ ആവിഷ്കരിക്കാമായിരുന്നു. പ്രവാചകന് പ്രവാചകത്വം ലഭിച്ച വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയും അവലംബിക്കാമായിരുന്നു. പ്രസിദ്ധ വിജയമാകുന്ന മക്ക വിജയം അത് സൂചിപ്പിക്കാമായിരുന്നു. ഇങ്ങനെ ജനന മരണ ദിനങ്ങളെയോ അത്തരം സംഭവങ്ങളെയോ അവലംബിച്ചില്ല. മറിച്ച് സഹാബത്തിൽ നിന്ന് ഐക്യകണ്ഠേന വന്ന തീരുമാനം ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്
ഒരു കലണ്ടർ നമുക്കുണ്ടാക്കാം എന്നതായിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന ശ്രദ്ധേയമായൊരു വിഷയമുണ്ട്. എന്തുകൊണ്ട് പ്രവാചക ചരിത്രത്തിലെ നിർണായകമായ വിവിധ സംഭവങ്ങൾ ഉണ്ടായിരിക്കെ മറ്റ് മതവിഭാഗങ്ങൾ ജനന മരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കലണ്ടർ ഉണ്ടാക്കുന്ന സമ്പ്രദായം സ്വീകരിച്ചിരിക്കെ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, അവയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് ഹിജ്റ എന്ന് പറയുന്ന ഈ ചരിത്ര സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? അത് തന്നെ സൂചിപ്പിക്കുന്നത് ഹിജ്റയുടെ മഹത്വവും പ്രാധാന്യവും എന്തുമാത്രമുണ്ട് എന്നതാണ്. മുസ്ലിം ലോകത്ത് എക്കാലത്തും ശാശ്വതീകരിക്കപ്പെട്ട ഒരു സന്ദേശം ഹിജ്റയിലൂടെ നിലനിൽക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഹിജ്റ തെരഞ്ഞെടുത്തിട്ടുള്ളത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു എന്ന് പറയുന്നത് വലിയ വിദൂരമായൊരു രാജ്യത്തേക്കുള്ള യാത്രയല്ല. അതിനേക്കാളും വിദൂര യാത്ര അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആകുന്നതിന്റെ മുമ്പ് സിറിയൻ രാജ്യങ്ങളിലേക്ക് 2 തവണ കച്ചവട ആവശ്യാർത്ഥം യാത്ര ചെയ്തിട്ടുണ്ട്. പ്രവാചകനായതിന്റെ ശേഷം മക്കയിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹുവിന്റെ അപാരമായ സഹായത്താൽ അത്ഭുതകരമായ യാത്ര ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും ചെറിയൊരു പ്രദേശത്തേക്കാളും സമീപ പ്രദേശത്തേക്കുള്ള യാത്രയാണ് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തായിരുന്നു ഈ ഹിജ്റക്കുള്ള മഹത്വം, അതിന്റെ പ്രാധാന്യം? അത് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന സന്ദേശം എന്താണ്? കലണ്ടറുകൾ മാറ്റി സ്ഥാപിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഹിജ്റ എന്നത് നമ്മുടെ മനസ്സിൽ അങ്കുരിച്ചു നിൽക്കുവാൻ മാത്രം എന്താണ് അതിലുള്ളത് എന്ന ഒരു അന്വേഷണം ഓരോ മുസ്ലിമിന്റെയും അനിവാര്യമായ ആവശ്യമാണ്. മക്കയിൽ ഇസ്ലാം മതം പ്രചരിച്ചു. കുറച്ചാളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരുന്നു. മുസ്ലിം ആകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താൻ സമൂഹത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. കുടുംബം, സമൂഹം, സുഹൃത്ത് ബന്ധങ്ങൾ, സാമ്പത്തിക സ്രോതസ്സുകൾ എല്ലാവരാലും ബഹിഷ്കൃതനാകുന്ന ഒരു വ്യക്തിയായി മാറുന്നു. ദുർബല വ്യക്തിയാണെങ്കിൽ അവൻ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നു. ഒരുപാട് ആളുകൾ അത്തരം പീഡനങ്ങൾ കൊണ്ട് മരണപ്പെട്ടു. യാസൂർ കുടുംബം തന്നെ ആ നിലക്ക് പീഡിപ്പിക്കപ്പെട്ട കുടുംബമായിരുന്നു. മുസ്ലിം ആയതിന്റെ പേരിൽ ആ കുടുംബത്തെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചിരുന്നത്. അതിൽ യാസറും അദ്ദേഹത്തിന്റെ ഭാര്യ സുമയ്യ റളിയല്ലാഹു അൻഹുമ 2 പേരും വധിക്കപ്പെട്ടു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മകൻ അമ്മാർ മാത്രമായിരുന്നു. ഇതെല്ലാം കഠിനമായ പീഡനം ഏറ്റ് മരണത്തിന് വിധേയരായ ആളുകളാണ്. മറ്റ് ധാരാളം മുസ്ലിങ്ങൾ ഇതേപോലെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബിലാൽ എന്ന പേര് കേൾക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ വരുന്ന ചിത്രം മരുഭൂമിയിൽ കടന്ന് ചാട്ടവാറിന്റെയും പാറക്കല്ലിന്റെയും പ്രഹരങ്ങളേറ്റ് ദാഹാർത്തനായി നാക്ക് നീട്ടുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ശത്രുക്കൾ പറയുന്നു, നീ ലാത്തയെ വിളിച്ചാൽ, ഉസ്സയെ വിളിച്ചാൽ, നീ സ്വീകരിച്ചിട്ടുള്ള ഈ മതം തിരസ്കരിച്ചാൽ നിനക്ക് ഈ മർദ്ദനത്തിൽ നിന്ന് മോചനമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇല്ല, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് ആവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ആ പീഡനം അനുഭവിച്ചിട്ടുള്ളത്. പലരെയും വീട്ടുതടങ്കിലാക്കി, പലർക്കും നിത്യേന ചാട്ടവാറടികളുണ്ടായി, ചിലർക്ക് ദിവസങ്ങളോളം ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടു. ഇങ്ങനെ എല്ലാം ക്രൂരമായ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ടും ഒറ്റപ്പെട്ട വ്യക്തികൾ ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അഥവാ ഞാൻ മുസ്ലിം ആകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് ജീവൻ അവശേഷിക്കാൻ സാധ്യതയില്ല, ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ ജീവിത സൗകര്യങ്ങളും എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഈ ധാരണയോടുകൂടെ തന്നെയാണ് ആളുകൾ അന്ന് ഇസ്ലാമിലേക്ക് വരുന്നത്. അന്ന് ഇസ്ലാം വിജയിച്ച ഇസ്ലാമല്ല. മുസ്ലിങ്ങൾക്ക് മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന്, സമൂഹത്തിൽ നിന്ന്, പ്രദേശത്ത് നിന്ന് വല്ല സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനില്ല. മക്കയിൽ മാത്രമാണ് മുസ്ലിങ്ങൾ ഉള്ളത്. അത് തന്നെ വിരലിലുണ്ടാവുന്ന ആളുകൾ, അതിൽ തന്നെ ഭൂരിഭാഗവും തൊഴിലാളികളും അടിമകളും സാധാരണക്കാരുമായ ആളുകൾ. ഇത്തരമൊരു ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുസ്ലിങ്ങളോട് നാട് വിട്ടു പോകാൻ പറയുന്നത്. ആദ്യം മുസ്ലിം സംഘം യാത്ര ചെയ്തത് എത്യോപ്യയിലേക്കാണ്.
അവിടുത്തെ രാജാവ് നീതിമാനും നല്ലവനുമായതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. എന്തായിരുന്നാലും നീതിയുള്ള ഒരു ഭരണാധികാരി ആയതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സംരക്ഷണം ലഭിക്കും, സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന്. 2 തവണ സംഘങ്ങളായി മുസ്ലിങ്ങൾ, പുരുഷന്മാരും സ്ത്രീകളും അടക്കം ആ നാട്ടിലേക്ക് യാത്ര ചെയ്തു. പിന്നീട് പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ശത്രുക്കളുടെ മർദ്ദനമുറകളും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു വേള പ്രവാചകനെ സന്ദർശിച്ചുകൊണ്ട് തന്നെ ശത്രുക്കൾ പറഞ്ഞു, എന്താണ് മുഹമ്മദ് നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേതൃത്വമാണെങ്കിൽ നിന്നെ ഞങ്ങൾ നേതാവായി വാഴിക്കാം. അധികാരമാണ് നീ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ രാജ്യത്തെ രാജാവായി നിനക്ക് അധികാരം ഞങ്ങൾ തരാം. സമ്പത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ എല്ലാ തരത്തിലുള്ള സമ്പത്തും നിനക്ക് സമാഹരിച്ചു തരാം. സുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണമെന്ന ഉദ്ദേശം നിനക്കുണ്ടോ? അത് ഞങ്ങൾ സാധിപ്പിച്ചു തരാം. അതല്ല, ഏതെങ്കിലും പൈശാചിക ബാധയാണ് നിന്നെ പിടിച്ചിട്ടുള്ളതെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ ഞങ്ങൾ ഒരുക്കാം. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഐക്യത്തോടുകൂടെ, സ്നേഹത്തോടെ, സൗഹൃദത്തോടെ കഴിഞ്ഞിരുന്ന ഈ നാട്ടിൽ നിന്റെ ഈ പ്രബോധനം കൊണ്ട് ചിത്രതയുണ്ടായിരിക്കുന്നു, ഭിന്നിപ്പുണ്ടായിരിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്, ഉത്തരവാദിത്തമാണിത്. അവന്റെ ഏകത്വത്തിലേക്ക്, തൗഹീദിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ക്ഷണം എനിക്ക് നിർത്താൻ സാധ്യമല്ല. അത് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. സൂര്യചന്ദ്രന്മാരെന്റെ കയ്യിൽ വെച്ച് തന്നാൽ പോലും ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്ന പ്രവാചകന്റെ പ്രഖ്യാപനത്തോടുകൂടെ ശത്രുക്കൾ മനസ്സിലാക്കി. പ്രകോപനങ്ങൾ കൊണ്ടോ പ്രലോഭനങ്ങൾ കൊണ്ടോ കീഴടക്കാൻ സാധിക്കാത്തൊരു സന്ദേശവുമായിട്ടാണ് മുഹമ്മദ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് എന്ന്. അപ്പോഴാണ് അവർ ബഹിഷ്കരണ പ്രഖ്യാപനം നടത്തുന്നത്. 3 കൊല്ലക്കാലം ഭക്ഷ്യപദാർത്ഥങ്ങളോ ജീവിത ഉപാധികൾക്ക് വേണ്ട സാധനങ്ങളോ ലഭ്യമാകാൻ സൗകര്യമില്ലാത്ത രീതിയിൽ പൂർണ്ണമായും മക്കയിൽ നിന്ന് അവരെ ബഹിഷ്കരിച്ചു. മക്കയിൽ നിന്ന് അകലെയുള്ള മലഞ്ചെരുവിലേക്ക് മാറി താമസിച്ചു. 3 വർഷം അത് തുടർന്നുകൊണ്ടിരുന്നു. ഹജ്ജ് കാലത്ത് മാത്രമാണ് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ മക്കയിൽ വന്നുകൊണ്ട് വാങ്ങാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണ പദാർത്ഥമില്ലാത്ത ദിനങ്ങൾ എത്രയോ കഴിഞ്ഞുപോയി. ഈ സമയത്തെല്ലാം മരത്തിന്റെ ഇലകൾ ഭക്ഷിച്ചു എന്ന് പ്രവാചകന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്തുമാത്രം ത്യാഗവും പ്രയാസങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകനും കുടുംബവും തന്റെ പക്ഷത്തു നിന്നതിന്റെ പേരിൽ അബൂ താലിബും അനുഭവിച്ചു നമ്മൾ ഓർക്കേണ്ടതാണ്. ഇത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടക്കാണ് 3 വർഷം പിന്നിട്ടപ്പോൾ ഹജ്ജിന് വന്നിരുന്ന കുറെ മദീന ഹജ്ജിനെത്തിയ മുസ്ലിം സഹോദരങ്ങളെ പ്രവാചകൻ ചെന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഇസ്ലാമിനെ കുറിച്ച് കേട്ടു. ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസവും ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സംസ്കാരവും മൂല്യങ്ങളെക്കുറിച്ചും പറഞ്ഞപ്പോൾ അവർക്കത് സത്യമാണ്, ശരിയാണെന്ന് മനസ്സിലായി. അവരിൽ കുറച്ചാളുകൾ വിശ്വസിച്ചു. വിശ്വാസികൾ മദീനയിലേക്ക് തിരിച്ചു എന്ന് അവിടെ ഈ ആശയം പ്രചരിപ്പിച്ചു. അടുത്ത വർഷം ഹജ്ജിന് കൂടുതൽ ആളുകൾ അവർ വന്നു. അവരിൽ നിന്ന് 82 ആളുകൾ, സ്ത്രീകളടക്കം 82 ആളുകൾ ഇസ്ലാമിക പ്രചരണ പ്രവർത്തനത്തിൽ പങ്കാളിയാകുമെന്നും അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി എല്ലാവിധ സംരക്ഷണവും നൽകാമെന്നും സ്വന്തം ഭാര്യമാരെ, സന്താനങ്ങളെ, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഉപരി പ്രവാചകന് വേണ്ടി ഞങ്ങൾ ജീവിതം സമർപ്പിക്കുമെന്ന് പ്രവാചകനോട് പ്രതിജ്ഞ ചെയ്തു, ബയ്യത്ത് ചെയ്തു. ആ പ്രതിജ്ഞയെടുത്ത് തിരിച്ചുപോയ ആളുകൾ മുസ്അബ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി ഇസ്ലാമിന്റെ പ്രചരണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇങ്ങനെ മദീനയിൽ ഇസ്ലാം മതം പ്രചരിച്ചുകൊണ്ടിരുന്നു. പ്രവാചകനെ കാണാതെ അറിയാതെ അന്നാട്ടിൽ പലരും ഇസ്ലാം മതം സ്വീകരിച്ചു. ബിംബാരാധകരായിരുന്ന അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകളായി മാറി. സൃഷ്ടികളെ പൂജിച്ചിരുന്ന ആളുകൾ സൃഷ്ടാവിനെ മാത്രം പൂജിക്കുന്ന ആളുകളായി മാറി. ആ നാട്ടിൽ ഇസ്ലാം പ്രചരിച്ചുകൊണ്ടിരുന്നു. അത്തരം സാഹചര്യത്തിലാണ് മർദ്ദനമുറകൾ ശത്രുക്കൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ വേവലാതിയും പ്രയാസവുമായി പ്രവാചകനെ സമീപിക്കുന്ന അനുചരന്മാരോട് റസൂൽ പറഞ്ഞു, നിങ്ങൾ യസ്രിബിലേക്ക് പോകൂ. അങ്ങനെ മദീനയിലേക്ക് മുസ്ലിങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അന്നതിന്റെ പേര് യസ്രിബ് എന്നായിരുന്നു. മക്കയിൽ പല വീടുകളും കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ട്. പല മുസ്ലിങ്ങളെയും കാണാനില്ല. ആളുകൾ തിരോഭവിച്ചു കൊണ്ടിരിക്കുന്നു. മക്കയിലെ ശത്രു നേതാക്കന്മാർ ആലോചിച്ചു, എങ്ങോട്ടായി ആളുകൾ പോകുന്നത്? അവർക്ക് മനസ്സിലായി യസ്രിബിൽ മുസ്ലിങ്ങൾ അഭയം തേടി പോകുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോഴാണ് അവർ അതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്, ഇത് തുടർന്നുകൊണ്ടിരുന്നാൽ അവസാനം മുഹമ്മദും ഇവിടെ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഹമ്മദിനെ വധിക്കണം. ഇത് മാത്രമായിരുന്നു അവരെ മുന്നിലുള്ള തീരുമാനം.
പക്ഷേ ആ വധം നിർവഹിക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയായിക്കൂടാ. മക്കയിലുള്ള എല്ലാ ഗോത്രത്തിലെയും അംഗങ്ങൾ അതിൽ പങ്കെടുക്കണം. എങ്കിൽ പ്രവാചകന്റെ കുടുംബക്കാർക്ക് പ്രതികാരം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ മൊത്തമായി സംഘടിച്ച് എല്ലാവരുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വധിക്കുക എന്നതാണ് അവരെടുത്ത തീരുമാനം. ഇങ്ങനെ ഒരു തീരുമാനം അവരെടുത്ത ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളയുന്നു. അതിന്റെ മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോയിട്ടുണ്ട്. അതേപ്രകാരം അബൂ സലമ റളിയല്ലാഹു അൻഹു ഭാര്യയും മക്കളും ഹിജ്റ പുറപ്പെട്ടിട്ടുണ്ട്. സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയിട്ടുണ്ട്. പല സഹാബികളും ഹിജ്റ പോയിട്ടുണ്ട്. പലർക്കും തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. സുഹൈബ് കച്ചവടസ്ഥനക്ക് നല്ലൊരു കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് തന്റെ കയ്യിലുള്ള നിക്ഷേപങ്ങളുമായിട്ടാണ് അദ്ദേഹം ഹിജ്റ പോകുന്നത്. പോകുന്ന വഴിയിൽ നിന്ന് ശത്രുക്കൾ വളഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പണം അത്രയും നീ ഇവിടെ വെച്ച് സമ്പാദിച്ചതാണ്, അതുകൊണ്ട് ഇതുമായി നിന്നെ പോകാൻ സമ്മതിക്കില്ല എന്ന്. അദ്ദേഹം ചോദിച്ചു, എന്റെ സമ്പത്ത് നിങ്ങൾക്ക് തന്നാൽ എന്നെ നിങ്ങൾ വിട്ടേക്കുമോ എന്ന്. അതേ എന്ന് മറുപടി പറഞ്ഞു. മുഴുവൻ സമ്പത്തും അവർക്ക് കൊടുത്ത് വെറും കൈയുമായി തന്റെ ഒട്ടകവുമായി അദ്ദേഹം യാത്ര ചെയ്തു. അബൂ സലമയും ഉമ്മു സലമയും മകൻ സലമയുമായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് ബന്ധുക്കൾ വിവരമറിഞ്ഞു. ഉമ്മു സലമയുടെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരിയെ മറുനാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. അവർ ഉമ്മു സലമയെ പിടിച്ചു കൊണ്ടുപോയി. അബൂ സലമ വിഷമിച്ച്, ഞാൻ എന്ത് ചെയ്യണം? ശത്രുക്കൾ കയ്യിലേക്ക് ഭാര്യയെ വിട്ടുകൊടുക്കണോ, അതല്ല ഞാൻ ഹിജ്റ ചെയ്യണോ? അന്തിമമായി അദ്ദേഹം തീരുമാനിച്ചത്, ഒരാൾക്കെങ്കിലും മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണല്ലോ ഉത്തമമെന്ന് ആലോചിച്ച് ഭാര്യയും കുഞ്ഞിനെയും ശത്രുക്കൾക്ക് വിട്ടുകൊടുത്ത് അദ്ദേഹം ഹിജ്റ പോയി. ഉടനെ തന്നെ ഉമ്മു സലമയുടെ വീട്ടിലേക്ക് അബൂ സലമയുടെ ബന്ധുക്കൾ വന്നിട്ട് പറഞ്ഞു, ഈ മകൻ ഞങ്ങളുടെ തറവാട്ടിലുള്ളതാണ്, അതുകൊണ്ട് കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് മാതാവിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിന് പിടിയും വലിയും കൂടി. അവസാനം കുഞ്ഞിനെ കൊല്ലുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ ആ ഉമ്മ കുഞ്ഞിനെ വിട്ടുകൊടുത്തു. കുഞ്ഞുമായി വേർപ്പെട്ടു. ഒരു വർഷക്കാലത്തോളം നിരന്തരം പരീക്ഷണത്തിന് വിധേയമായി. ഏതോ ഒരു കുടുംബത്തിൽപ്പെട്ട വൃദ്ധയായ ഒരു സ്ത്രീ പറഞ്ഞു, എന്തിനീ പാവം പെണ്ണിനെ നിങ്ങൾ കഷ്ടപ്പെടുത്തണം? നിത്യേന ഇത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും നിങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരാൻ അവളെ തയ്യാറല്ല. എങ്കിൽ പിന്നെ അവളെ പാട്ടിന് വിട്ടുകൂടെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, എങ്കിൽ അവളെ പൊയ്ക്കോട്ടെ എന്ന്. അവിടെ യാത്ര പുറപ്പെടുന്നു തീരുമാനിച്ചപ്പോൾ കുഞ്ഞിനെ ബന്ധുക്കൾ തിരിച്ചു കൊടുക്കുകയും ആ കുഞ്ഞുമായി അവൾ യാത്ര ചെയ്യുന്നു. തനിച്ചു ഒരു പെണ്ണാണ് മദീനയിലേക്ക് യാത്ര ചെയ്യുന്നത്. അവര് പറയുന്നു, എന്റെ കുടുംബക്കാരും ബന്ധുക്കളും ആരും എന്റെ കൂടെ വരാൻ തയ്യാറായില്ല. പോകുന്ന വഴിയിൽ വെച്ച് ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്നോട് ചോദിച്ചു, എങ്ങോട്ടാ നീ യാത്ര ചെയ്യുന്നത്? ഞാൻ എന്റെ ഭർത്താവിനെ അന്വേഷിച്ചു പോവുകയാണ്. ആ സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു ത്വൽഹ ആ സ്ത്രീയുടെ കൂടെ യാത്ര ചെയ്യുകയും ഖുബാ പ്രദേശത്തേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇവിടെ എവിടെയെങ്കിലും നിന്റെ ഭർത്താവ് ഉണ്ടായിരിക്കും, ഇനി നീ അന്വേഷിച്ചു കൊള്ളുക. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇത്ര നല്ലൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. ആ യാത്രയിലെ അനുഭവങ്ങളെല്ലാം അവർ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ സഹാബികൾക്കും യാത്ര ചെയ്യേണ്ടി വന്നത് ഇരുട്ടിന്റെ മറവിലും രാത്രിയുടെ അന്ധകാരങ്ങളിലുമായിരുന്നു. ശത്രുക്കൾ അറിയാതിരിക്കണം. അവരെല്ലാ ഭാഗത്തും ദൗരിയാത്ത് സഞ്ചരിക്കുന്നത് പോലെ ശത്രുക്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം മുസ്ലിങ്ങളെല്ലാം ഹിജ്റ പോയി കഴിഞ്ഞു. ഒരു ദിനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ ശത്രുക്കൾ തീരുമാനിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് റസൂലിനെ അറിയിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത വേനലിന്റെ അത്യുഷ്ണമുള്ള ഉച്ച സമയത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട് എന്ന്. അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, അസ്സുഹ്ബ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാനും വരട്ടെ എന്ന്. അദ്ദേഹം അതുവരെയും ഹിജ്റ പോകാതെ പ്രവാചകന്റെ സംരക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം, അതേ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ബാഷ്പകണങ്ങൾ പൊഴിഞ്ഞു. മകൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുതിർന്ന മനുഷ്യന്മാർ സന്തോഷാതിരിക്കാത്താൽ കരയുന്നത് ഞാൻ ആദ്യമാണ് കണ്ടത് എന്ന്. ഉടനെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു 3 വാഹനങ്ങൾ ഒരുക്കുന്നു. 3 വാഹനങ്ങൾ ഒരുക്കി വഴികാട്ടിയായി അബ്ദുള്ള എന്ന് പറയുന്ന മുസ്ലിമല്ലാത്ത മുശ്രിക്കായ ഒരു മനുഷ്യനെയും തിരഞ്ഞെടുത്തു.
അയാൾ മുസ്ലിം അല്ലെങ്കിലും അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് നല്ല മനുഷ്യനാണ്, എല്ലാ ഊടുവഴികളും അറിയുന്ന വ്യക്തിയാണ്, അമീനാണ്, വിശ്വസ്തനാണ്. അദ്ദേഹത്തിന് കൂലി നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഏർപ്പാട് ചെയ്തു. ശത്രുക്കൾ മുമ്പ് നിശ്ചയിച്ചതനുസരിച്ചുകൊണ്ട് പ്രവാചകന്റെ വീട് വളഞ്ഞു. അർദ്ധരാത്രിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമിലേക്ക് പോകാറുണ്ട്. ആ ഖിയാമുൽ ലൈലിന്റെ രാത്രി നമസ്കാരത്തിന് ഇറങ്ങിപ്പോകുമ്പോൾ കൊല്ലാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഗതി മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ സഹായത്താൽ അവിടെ നിന്ന് സുരക്ഷിതനായി കൊണ്ട് പുറത്തു പോവുകയും ചെയ്യുകയാണ്. പോകുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ റസൂൽ പറഞ്ഞു. പ്രവാചകന്റെ വീട്ടിൽ വളരുന്ന ചെറുപ്പക്കാരനായ കുട്ടിയായിരുന്നു അലി. അലിയോട് പറഞ്ഞു, എന്റെ വിരിപ്പിൽ നീ കിടക്കുക, എന്റെ വകുപ്പ് നീ പുതക്കുകയും ചെയ്യുക. അലി യാതൊരു വിസമ്മതവുമില്ലാതെ തന്നെ തയ്യാറായി. അഥവാ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി കടന്നിറങ്ങുന്ന പ്രവാചകനെ വെട്ടിക്കൊല്ലുകയാണെങ്കിൽ ആ പ്രവാചകന് രക്ഷപ്പെടുകയും ഞാൻ വധിക്കപ്പെടുകയും ചെയ്തേക്കാം. പക്ഷേ അതിനൊരു പ്രയാസം അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കടന്നു. കുറെ പണക്കിഴികൾ ഉണ്ടായിരുന്നു, സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിക്ഷേപങ്ങൾ. അത് പലതും ഈ വളഞ്ഞു നിൽക്കുന്ന തന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ വീട്ടുകാർക്കുള്ളതാണ്. അവര് കൊണ്ടുവന്ന നിക്ഷേപങ്ങളായിരുന്നു അത്. അതെല്ലാം അലി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം കൊടുത്തു തീർത്ത ശേഷമല്ലാതെ ഇവിടെ നിന്ന് നീ പുറപ്പെടാനും പാടില്ല. ആളുകൾ കാത്തിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. സുബഹി സമയമായി. അലി റളിയല്ലാഹു അൻഹു വീട് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ആദ്യത്തെ ചോദ്യം, എവിടെ മുഹമ്മദ് എന്നാണ്. എനിക്കറിയില്ല, ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, ഈ വീട്ടിലില്ല. അങ്ങേയറ്റം അലിയെ പ്രഹരിച്ചു എന്ന് മാത്രമല്ല, അബൂജഹലിന്റെ ആദ്യത്തെ ചോദ്യം, ഞങ്ങളുടെ ധനവുമായി നിന്റെ മുഹമ്മദ് കടന്നു കളഞ്ഞോ എന്നാണ്. ഇല്ല, അത് മുഴുവനും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൊടുത്തു തീർത്ത ശേഷമല്ലാതെ ഞാൻ ഇവിടെ എങ്ങോട്ടും പോവുകയില്ല. അബൂജഹൽ നേരെ പോയത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ്. വാതിൽ തുറന്ന് മുന്നിലേക്ക് വന്നത് മകൾ അസ്മാ റളിയല്ലാഹു അൻഹയാണ്. അസ്മയോട് ചോദിച്ചു, എവിടെ നിന്റെ പിതാവ്? ഈ വീട്ടിലില്ല. പറഞ്ഞു തീരും മുമ്പ് അടി കഴിഞ്ഞു. അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ കാതിലുണ്ടായിരുന്ന കമ്മൽ എത്രയോ ദൂരേക്ക് തെറിച്ചുപോയി. വീണ് കിടക്കുന്ന അസ്മാ റളിയല്ലാഹു അൻഹയോട് വീണ്ടും ചോദിച്ചു, എവിടെ നിന്റെ പിതാവ്? എനിക്കറിയില്ലെന്ന് പറഞ്ഞു. ഉടനെ അബൂജഹൽ പ്രഖ്യാപിച്ചു, മുഹമ്മദിനെയും അബൂബക്കറിനെയും കണ്ടെത്തുന്നവർക്ക് 100 ഒട്ടകം ഇനാമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. അറബികളെ സംബന്ധിച്ചിടത്തോളം വേൾഡിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്ന് പ്രഖ്യാപിച്ചു. ഈ സമ്മാനം നേടുവാൻ വേണ്ടി സേന എല്ലാ ഭാഗത്തും സജീവമായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുമ്പ് തീരുമാനിച്ചതനുസരിച്ച് മദീനയിലേക്ക് യാത്ര ചെയ്യുന്നതിന് പകരം എതിർ ദിശയിലേക്ക് യമനിലേക്ക് യാത്ര തിരിച്ചു. യമന്റെ വഴിയിൽ 5 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് സൗർ മലയുടെ മുകളിലുള്ള ഗുഹയിൽ അഭയം തേടി. രാത്രി സമയമാകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വരും. എന്തൊക്കെയാ നാട്ടിലുള്ള സംസാരങ്ങൾ, തീരുമാനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. മകൻ വന്ന കാര്യങ്ങളെല്ലാം അറിയിച്ചു കഴിഞ്ഞ് മകൻ തിരിച്ചു പോകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആടിനെ മേൽക്കുന്ന ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു ആ വഴിക്ക് വരും. പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആവശ്യമുള്ള പാല് കറന്നു കൊടുത്ത ശേഷം മകൻ നടന്നുപോയ വഴിയിലൂടെ കാലടയാളങ്ങൾ മായ്ക്കുവാൻ ആ വഴിയിലൂടെ അദ്ദേഹം ആടിനെ തെളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. ഇങ്ങനെ 3 ദിനം തുടർന്നു. തിരച്ചിൽ സേന മദീനയിലേക്കുള്ള എല്ലാ വഴികളും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിലൂടെ ഏതെങ്കിലും വഴിയിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെയെല്ലാം കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും യാദൃച്ഛികമായി ഈ സേനയുടെ തിരച്ചിൽ യമനിന്റെ ഭാഗത്തേക്കും തിരിച്ചു. അവർ സൗർ മലയുടെ മുകളിലെത്തി കാലുകൾ കണ്ടു തുടങ്ങി. ഭയചിതനായിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, കുനിഞ്ഞു നോക്കിയാൽ നാം പിടിക്കപ്പെടുമല്ലോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, താങ്കൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? നമ്മൾ 2 പേരല്ല, നമ്മളോടൊപ്പം 3-ാമനായ പടച്ചവനില്ലേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ടതില്ല, പടച്ചോ നമ്മളോടൊപ്പമുണ്ട്. അള്ളാഹുവിന്റെ പരിഹാരമുണ്ടാകുമെന്ന്, പടച്ചവന്റെ സഹായമുണ്ടാകുമെന്ന പ്രതീക്ഷ പ്രവാചകൻ തവക്കുലാക്കുകയാണ്. ആ തവക്കുലിന്റെ ഫലം കണ്ടു. എല്ലാ സ്ഥലത്തും നോക്കിയെങ്കിലും ഗുഹയ്ക്കുള്ളിലേക്ക് അവരാരും പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിയില്ല. ആളുകൾ തിരിച്ചുപോയി.
മൂന്നാമത്തെ ദിനം രാത്രി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു മുമ്പ് തീരുമാനിച്ചനുസരിച്ച് 3 ഒട്ടകങ്ങളുമായി അബ്ദുല്ലാഹി ബിൻ ഉറൈഖത്ത് വന്നു. ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും വെള്ളവും ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം രാത്രിയിലും പ്രയാസത്തോടുകൂടിയും ചെയ്തതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള കയറെടുക്കാൻ മറന്നുപോയിരുന്നു. അസ്മാ റളിയല്ലാഹു അൻഹ മകൾ തന്റെ അരയിലുള്ള കച്ച അഴിച്ച് അതുപയോഗിച്ചുകൊണ്ട് ഈ പാത്രങ്ങൾ സഞ്ചികളെല്ലാം കെട്ടിക്കൊടുത്തു. അതുകൊണ്ട് ദാത്തുൻ നിതാഖൈൻ എന്ന അപരനാമം ഈ ഹിജ്റയ്ക്ക് വേണ്ടി ചെയ്ത ഈ സേവനത്തിന്റെ പേരിൽ അവരുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ സഫർ 27 അന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജുമുഅ, ശനി, ഞായർ എന്നീ 3 ദിനങ്ങളിൽ ഗുഹയിൽ താമസിച്ച് റബീഉൽ അവ്വൽ 1 തിങ്കളാഴ്ച ദിനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിക്ക് ശേഷം ഈ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോഴേക്കും തിരച്ചിൽ സേനയുടെ നെട്ടോട്ടം അല്പം ശാന്തമായിട്ടുണ്ട്. അവർ യാത്ര തിരിക്കുന്നത് മദീനയിലേക്കല്ല, മദീനയിലേക്കുള്ള പാതയല്ല അവർ തിരഞ്ഞെടുത്തത്, മറിച്ച് തിരഞ്ഞെടുത്തിട്ടുള്ളത് യമനിലേക്കുള്ള പാത തന്നെയാണ്. അതുകൊണ്ട് ആദ്യം യാത്ര ചെയ്യുന്ന ചെങ്കടലിലേക്കാണ്. ചെങ്കടൽ തീരത്തേക്ക് യാത്ര ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നീട് മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിലൂടെ താണ്ടി ഖുബാ പള്ളിയുടെ സമീപത്തേക്ക് ഖുബാ പ്രദേശത്തേക്ക് എത്തുന്നത് റബീഉൽ അവ്വൽ 8-ാമത്തെ ദിനമാണ്. 8 ദിനത്തോളം നീണ്ടു നിന്ന യാത്ര വേണ്ടി വന്നു. കാരണം അത്രയും വിദൂരമായ വഴിയിലൂടെയാണ്, മരുഭൂമിയിൽ നിന്ന് ഗ്രാമങ്ങളിലൂടെ താണ്ടിയാണ് യാത്ര ചെയ്യുന്നത്. ഒരിക്കലും തിരച്ചിൽ സേന ആ ഭാഗങ്ങളിൽ എവിടെയും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്തത്രയുമുള്ള വഴിയാണ് കണ്ടെത്തിയിരുന്നത്. എന്നിട്ടും എങ്ങനെയോ സൂചന ലഭിച്ചു. മുസ്ലിമായ സുറാഖ റളിയല്ലാഹു അൻഹു തന്റെ ഒരു അനുഭവം പറയുന്നു. അദ്ദേഹം പറയുന്നത്, മക്കയിൽ ആളുകളെല്ലാം ഒത്തിരുന്നുകൊണ്ട് ഇവരെങ്ങോട്ട് യാത്ര ചെയ്തു എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവരിൽ ഒരാൾ പറഞ്ഞു, ചെങ്കടലിന്റെ സമീപത്ത് കൂടെ ഒരു 3 ആളുകൾ പോകുന്ന കണ്ടിട്ടുണ്ട് എന്ന്. ഉടനെ തന്നെ ആളുകൾ പറഞ്ഞു, എന്തിന് ആ വഴിക്ക് മുഹമ്മദ് യാത്ര ചെയ്യണം? മുഹമ്മദ് പോകാൻ സാധ്യതയുള്ള യസ്രിബിലേക്കാണ്, അതുകൊണ്ട് ആ വഴിക്ക് ഒരിക്കലും യാത്ര ചെയ്യാൻ സാധ്യതയില്ല എന്ന്. സുറാഖ പറയുന്നു, എന്റെ മനസ്സിൽ 100 ഒട്ടകം ഞാൻ സ്വപ്നം കണ്ടു. ആരെയും അറിയിക്കാതെ അവിടെ നിന്ന് ഞാൻ പിൻവാങ്ങി വീട്ടിലേക്ക് ഓടി വന്നിട്ട് വേലക്കാരിയോട് പറഞ്ഞു, ആയുധവും കുതിരയും തയ്യാറാക്കാൻ വേണ്ടി. അസ്ത്രം കയ്യിലേന്തിക്കൊണ്ട് അതിവേഗത്തിൽ കുതിരയെ പറപ്പിച്ച് ചെങ്കടലിന്റെ വഴിയിലൂടെ തന്നെ ഞാൻ സഞ്ചരിച്ചു. അബൂബക്കറിനെ ഞാൻ കണ്ടു. അദ്ദേഹം ആ ചരിത്രം ദീർഘമായി വിശദീകരിക്കുന്നു, അതിന് സമയം നമ്മൾ അനുവദിക്കുന്നതല്ല. അദ്ദേഹം പറയുന്നു, അബൂബക്കർ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്റെ അസ്ത്രം അബൂബക്കറിന്റെ നേരെ എയ്യാൻ ഞാൻ ഒരുങ്ങുമ്പോൾ എന്റെ കുതിരയുടെ കാല് മണ്ണിൽ ആണ്ടുപോകും, ഞാൻ തെറിച്ചു വീണു. ഇത് 3 തവണ ആവർത്തിക്കപ്പെട്ടു. 3 പ്രാവശ്യവും ഇത് ആവർത്തിക്കപ്പെട്ടപ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് ബോധ്യമായൊരു സംഗതി, ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹുവിന് തൃപ്തികരമല്ല, ജഗന്യന്താവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. എന്നോടൊപ്പമല്ല പടച്ചവനുള്ളത്, പടച്ചവൻ മുഹമ്മദിനോടൊപ്പമാണുള്ളത്. മുഹമ്മദിന്റെ മാർഗമാണ് പടച്ചവൻ അംഗീകരിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ വിളിച്ചു പറഞ്ഞു, അൽ അമാൻ, അൽ അമാൻ, നിങ്ങളവിടെ നിൽക്കൂ, ഞാൻ നിങ്ങളെ ഒരു ഉപദ്രവം ചെയ്യില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും കൂടെ ഉണ്ടായിരുന്ന ആളുകളും നിന്നു. അവർക്കടുത്ത് എന്നുകൊണ്ട് ഞാൻ ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിമായി. ശത്രുവായി വന്ന ആ മനുഷ്യൻ മിത്രമായിട്ട് അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ ഈ വഴിക്ക് യാത്ര ചെയ്തു എന്ന വിവരം ആരെയും നീ അറിയിക്കാതിരിക്കുക. രണ്ടാമതായ റസൂല് പറഞ്ഞ കാര്യം, സുറാഖ, ഒരു കാലഘട്ടം വരാനിരിക്കുന്നു, പേർഷ്യ ഇസ്ലാമിന്റെ രാജ്യമായി വരുന്നൊരു കാലം വരാനിരിക്കുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഹുർമുസാൻ, കിസ്റ ഭരിക്കുന്ന ഹുർമുസാന്റെ രാജ്യം ഇസ്ലാമാകുമെന്നാണോ പ്രവാചകരെ പറയുന്നത്? തീർച്ചയായും. ആ ഹുർമുസാന്റെ കയ്യിൽ അണിയിക്കപ്പെടുന്ന വട താങ്കളുടെ കയ്യിൽ അണിയിക്കപ്പെടുന്ന കാലം വരാനിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇത് റസൂല് നടത്തിയൊരു പ്രവചനമാണ്. സ്വന്തം രാജ്യത്ത്
ജീവൻ ഹനിക്കപ്പെടാൻ സാധ്യതയുള്ള ഘട്ടത്തിൽ തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മരുഭൂമികൾ താണ്ടിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇസ്ലാം വിജയിക്കുമെന്നും സമീപ രാജ്യമല്ല വിദൂര പ്രദേശമായ പേർഷ്യൻ സാമ്രാജ്യം ഇസ്ലാമിന്റെ അധീനത്തിൽ വരുമെന്നും യാതൊരു സംശയവുമില്ലാത്ത രീതിയിൽ അക്കാര്യം അനുഭവിക്കുന്ന കൺകുളരെ കാണുന്ന വ്യക്തിയായി താങ്കൾ മാറുമെന്നും സുറാഖയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു. ഖലീഫ ഉമർ അള്ളാഹുവിന്റെ കാലത്ത് പേർഷ്യൻ സാമ്രാജ്യം മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. മുസ്ലിങ്ങൾ പ്രതിരോധിച്ചു. ആദ്യം ഇറാഖ് ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. പിന്നെ ഇറാന്റെ ഓരോ ഭാഗങ്ങളായി വന്നു. അവസാനം മദായിൻ സിറ്റി, തലസ്ഥാന നഗരി, അതുകൂടി ഇസ്ലാമിന്റെ കീഴിൽ വന്നു. ആ തലസ്ഥാന നഗരി കീഴടക്കുന്ന യുദ്ധത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളുടെ ഒരാളായി സുറാഖ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആ രാജകീയ വള അദ്ദേഹത്തിന്റെ കയ്യിൽ അണിയിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രവചനം യാഥാർത്ഥ്യമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ യാത്രക്കിടയിൽ പല അനുഭവങ്ങളും പ്രവാചകനുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുന്നതിനിടക്ക് ചിലപ്പോൾ പ്രവാചകനോട് പറയും, അങ്ങ് ഇവിടെ നിൽക്കൂ, ഞാനൊന്ന് മുന്നോട്ട് പോയി തിരിച്ചു വരാമെന്ന്. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം പറയും, പ്രവാചകനെ നിങ്ങൾ മുന്നോട്ട് പോവുക, ഞാനിവിടെ നിൽക്കട്ടെ എന്ന്. ഇതിങ്ങനെ ഇടയ്ക്കിടെ ആവർത്തിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എന്താ അബൂബക്കർ ഇങ്ങനെ ചെയ്യാൻ? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ശത്രുക്കൾ പതിയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന പ്രദേശം എത്തുമ്പോഴാണ് ഞാൻ മുന്നിലേക്ക് പോയി അന്വേഷിച്ച് തിരിച്ചു വരുന്നത്. പിന്നിലൂടെ ശത്രുക്കൾ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന പ്രദേശത്തെത്തുമ്പോഴാണ് നിങ്ങളോട് മുന്നോട്ട് പോകാൻ ഞാൻ പറയുന്നത്. ഞാൻ വധിക്കപ്പെട്ടാൽ ഒരു വ്യക്തി മാത്രമാണ് ഈ ലോകത്തിന് നഷ്ടപ്പെടുന്നത്. അങ്ങ് വധിക്കപ്പെടുന്നുവെങ്കിൽ ഒരു ഉമ്മത്താണ്, ഒരു സമുദായമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഇതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ നമുക്ക് നൽകുന്ന സന്ദേശം. പ്രവാചകന്റെ ദുർഘടമായ ഈ യാത്രയിൽ തന്റെ ജീവൻ ഹനിക്കപ്പെട്ടാലും പ്രവാചകന്റെ ജീവൻ അപകടം വരരുത് എന്ന വിശ്വാസത്തിന്റെ ഈമാനിന്റെ തിളക്കമുള്ള മനസ്സാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സഹയാത്രികനാക്കി മാറ്റിയത്. ഉമ്മു മഅബദ് എന്ന് പറയുന്ന ആളുകൾ കുടുംബം താമസിക്കുന്ന പ്രദേശത്ത് റസൂല യാത്രക്കിടയിലെത്തുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ കുടിക്കുവാൻ പാലില്ലാതെ, വെള്ളമില്ലാതെ വിഷമിച്ച് നിൽക്കുന്നു. അറിയപ്പെടുന്ന ഔദാര്യവതിയാണ് ഉമ്മു മഅബദ്. ആ ഗ്രാമത്തിൽ ആ സ്ത്രീയെ വീട്ടിൽ ചെന്നു. അവിടെ ഒരാൾ മാത്രമാണുള്ളത്, അത് മെലിഞ്ഞൊട്ടി ശോഷിച്ചത്. ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത്, കടുത്ത വേനലായതുകൊണ്ട് വെള്ളമില്ല, വിദൂരങ്ങളിലേക്ക് പോയിരിക്കുന്നു ആളുകൾ, ആടുമായി വിദൂരത്തേക്ക് പോയിരിക്കുകയാണ്. ഇത് ദുർബലയായതുകൊണ്ട് ഇതിനിവിടെ തന്നെ നിർത്തിയതാണ്. റസൂല് ചോദിച്ചു, ഞങ്ങൾ ഇതിനെ കറന്നോട്ടെ എന്ന്. ആ ഉമ്മ ചോദിച്ചു, ഇതിനെ കറന്നാൽ പാല് കിട്ടില്ല, ഇനി വേണമെങ്കിൽ നിങ്ങൾ കറന്നു നോക്കൂ എന്ന്. പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. പാത്രം കൊണ്ടുവന്ന് ബിസ്മി ചൊല്ലി പടച്ചവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ പാത്രം നിറയെ പാല് കറന്നു. അവർക്ക് ആവശ്യമുള്ള അത്രയും കുടിക്കുകയും ബാക്കിയുള്ള പാത്രം ആ വീട്ടുകാർക്ക് പാലടക്കം കൊടുക്കുകയും ചെയ്തു. വൈകുന്നേരം ആട്ടിൻപറ്റവുമായി തിരിച്ചു വന്ന ഭർത്താവ് ചോദിച്ചു, എവിടെന്താ നിനക്ക് ഈ പാല് കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു മനുഷ്യൻ വന്നിരുന്നു. ആ മനുഷ്യന്റെ ശരീരഘടന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ കൃത്യമായ വർണ്ണന നൽകിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തന്നെ ആശ്ചര്യം തോന്നും. ഇത്രമാത്രം എങ്ങനെയാണ് പ്രവാചകന്റെ ശരീരഘടന വർണ്ണിക്കാൻ ആ സ്ത്രീക്ക് സാധിച്ചത് എന്ന്. ഇത്തരത്തിലുള്ളൊരു മനുഷ്യൻ ഇവിടെ വന്നു, അദ്ദേഹം കറന്ന പാലാണിത് എന്ന്. ഇത് കേട്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു, ആ മഹാമനുഷ്യന്റെ തലക്കാണ് ഖുറൈശികൾ 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. മറ്റൊരു സംഘം ആളുകൾ പ്രവാചകന്റെ യാത്രയിൽ കടന്നു പോകുന്ന റസൂല് കണ്ടു. അടുത്തെത്തിയപ്പോൾ മുസ്ലിം സംഘമായിരുന്നു അവർ. അതിന്റെ നേതാവായിരുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ റളിയല്ലാഹു 2 വെള്ള വസ്ത്രം നൽകുകയുണ്ട്. അങ്ങനെ വിവിധങ്ങളായ അനുഭവങ്ങൾ ആ യാത്രക്കിടയിലുണ്ട്. പ്രവാചകൻ മക്കയിൽ നിന്ന് യാത്ര തിരിച്ചു എന്ന വിവരം മദീനയിൽ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതീക്ഷിച്ച്
എല്ലാ ദിനവും ഖുബയുടെ ഭാഗത്തേക്ക്, മദീനയുടെ അതിർത്തിയിലേക്ക് മുസ്ലിങ്ങൾ വന്നിരിക്കും. ഏകദേശം ഉച്ച സമയമാകുമ്പോൾ, കൊടും വേനലിന്റെ അത്യുഷ്ണമുള്ള സമയമായതുകൊണ്ട് ഇന്ന് യാത്രയുണ്ടാവില്ല എന്ന് കരുതി തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചുപോയിക്കൊണ്ട് ഓരോ ദിനവും കാത്തിരുന്ന് 8ാമത്തെ ദിനമായപ്പോഴാണ് ആളുകൾ തിരിച്ചു പോകുന്ന സമയത്ത് ഈന്തപ്പന മുകളിലിരിക്കുന്ന യഹൂദൻ വിളിച്ചു പറഞ്ഞു, ഹാദാ ജദ്ദുക്കുമുല്ലദീ തന്തദിറൂൻ, നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ നേതാവിതാ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്ക് മുസ്ലിങ്ങൾ എല്ലാം തന്നെ വീടുകളിൽ നിന്ന് വാളുമായി വന്ന് പ്രവാചകനെ സ്വീകരിച്ചു. അവർ അല്ലാഹു അക്ബർ, ജാ മുഹമ്മദ്, ജാ റസൂലുള്ളാഹ് ഇങ്ങനെയൊക്കെയുള്ള തക്ബീർ പറഞ്ഞുകൊണ്ടും പ്രവാചകനെ പ്രശംസിച്ചുകൊണ്ടും അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടും ആളുകൾ ഖുബയുടെ തീരത്തേക്ക് വന്നു, പരിസരത്തേക്ക് വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു കൊണ്ടുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ എത്തിയപ്പോൾ ആദ്യമായി ചെയ്തത് ഖുബാ പള്ളി നിർമ്മിക്കുകയാണ്. പ്രവാചകന്റെ ആദ്യത്തെ പ്രവർത്തന മേഖല അതായിരുന്നു. 4 ദിവസക്കാലം പ്രവാചകൻ അവിടെ താമസിച്ചു. വ്യാഴാഴ്ച രാത്രി കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തു. പോകുന്ന വഴിയിൽ ബനൂ സാലിം കുടുംബക്കാരുടെ പള്ളിയിൽ പ്രവാചകൻ പ്രവേശിച്ചു. അന്ന് ആ പള്ളിയിൽ ജുമുഅ നമസ്കാരം റസൂലിന്റെ നേതൃത്വത്തിൽ നടന്നു. മസ്ജിദുൽ ജുമുഅ എന്ന പേരിൽ മദീനത്ത് നിന്ന് അറിയപ്പെടുന്ന പള്ളി അതാണ്. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനക്കാർ, ആബാലവൃദ്ധ ജനങ്ങളടക്കം സർവ്വ ആളുകളും പ്രവാചകനെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരുന്നു. കൊച്ചുകുട്ടികൾ അശറക്കൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വിദായി എന്ന് തുടങ്ങുന്ന കവിതാ ശകലങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രവാചകനെ സ്വീകരിച്ചു. മദീന നിവാസികളായ മുസ്ലിങ്ങൾ പറയുന്നു, അന്നത്തേതുപോലെ മുസ്ലിങ്ങൾ സന്തോഷിച്ചൊരു ദിനം മദീനയുടെ ചരിത്രത്തിന് മുമ്പുണ്ടായിട്ടില്ല. എല്ലാ കെട്ടിടങ്ങളുടെയും മുകളിൽ പ്രവാചകനെ കാണാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. പലരും മുസ്ലിങ്ങളാണെങ്കിലും റസൂലിനെ മുമ്പ് കണ്ടിട്ടില്ല. ആളുകൾ ആരാണെങ്കിലും റസൂൽ എന്ന് സംശയിച്ചു നിന്നു. കാരണം അബൂബക്കർ റളിയല്ലാഹുവിനുണ്ട്, റസൂലുണ്ട്. രണ്ടിൽ ആരായിരിക്കും റസൂൽ എന്ന് അറിയാത്ത കുറെ ആളുകൾ. ചിലര് സംശയിച്ചത് അബൂബക്കർ റളിയല്ലാഹു റസൂലായിരിക്കുമെന്നാണ്. അതിനിടയ്ക്ക് നല്ല വെയിൽ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു വസ്ത്രം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണൽ നൽകുന്നത് കണ്ടപ്പോൾ മുമ്പ് കാണാത്ത ആളുകൾ പറഞ്ഞു, ആ തണലിട്ട് കൊടുത്ത വ്യക്തിയാണ് പ്രവാചകൻ എന്ന് തിരിച്ചറിഞ്ഞു. അത്രമാത്രം ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ദിനം മദീന ചരിത്രത്തിൽ അന്ന് ആദ്യമായിട്ടുണ്ടായി. ഈ ശ്രദ്ധേയമായ ദിനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി കിട്ടണമെന്ന് മദീനയിലെ ഓരോ മുസ്ലിം വീട്ടുകാരും ആഗ്രഹിച്ചു. ഓരോരുത്തരും പ്രവാചകന്റെ ഒട്ടകത്തെ തന്റെ വീട്ടിലേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. റസൂൽ പറഞ്ഞു, ആരും ഒട്ടകത്തെ തെളിക്കേണ്ടതില്ല, ഫഇന്നഹാ മഅ്മൂറ, അത് പടച്ചവന്റെ കൽപ്പനയ്ക്ക് വിധേയമാണ്. ആ ഒട്ടകം ചെന്ന് മുട്ടുകുത്തി. അവിടെയാണ് മസ്ജിദുൻ നബവി പിന്നീട് പടുത്തത്. ആ ഭൂപ്രദേശം 2 അനാഥ കുട്ടികളുടേതായിരുന്നു. അത് വില കൊടുത്ത് വാങ്ങിയിട്ട് അത് നന്നാക്കുകയും അവിടെ പള്ളി നിർമ്മാണം നടത്തുകയും ചെയ്തു. വീണ്ടും ഒട്ടകം അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വീണ്ടും യാത്ര ചെയ്തു. ബനു നജ്ജാർ കുടുംബക്കാർ താമസിക്കുന്ന പ്രദേശത്ത് എന്നുകൊണ്ട് ഒട്ടകം മുട്ടുകുത്തുകയുണ്ടായി. റസൂല് ചോദിച്ചു, ഇതേത് കബീല, ഏത് വിഭാഗം താമസിക്കുന്നവർ, ആരാണ് താമസിക്കുന്നത്? ബനു നജ്ജാർ കുടുംബമാണെന്ന് പറഞ്ഞു. പ്രവാചകന്റെ മാതാവിന്റെ അമ്മാവന്മാർ, ബന്ധുക്കൾ താമസിക്കുന്ന കുടുംബ പ്രദേശം, അവിടെയാണ് ഒട്ടകം ചെന്ന് നിന്നത്. അവിടെ എത്തി നിന്നപ്പോൾ ഉടനെ തന്നെ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇതാ എന്റെ വീടാണിത്, അങ്ങ് എന്റെ വീട്ടിലേക്ക് വരിക, എല്ലാ സന്തോഷത്തോടെയും നിർഭയത്തോടു കൂടെയും അങ്ങ് എന്റെ വീട്ടിലേക്ക് വരിക. അങ്ങനെ ആദ്യമായി അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിൽ പ്രവാചകൻ താമസിക്കുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങളും അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകൾ മക്കയിൽ നിന്നെത്തി. അതിനുശേഷം മദീനയിൽ പള്ളി പണിതു. പള്ളിയുടെ പരിസരത്ത് പ്രവാചകന്റെ ഭാര്യമാർക്ക് താമസിക്കുവാനുള്ള കൊച്ചു മുറികൾ, മൺവീടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ചരിത്രമാണ് ഹിജ്റക്കുള്ളത്. ഈ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട്. ആ പാഠമാണ് ഇതിന്റെ ശാശ്വതീകരണത്തിൽ
പ്രാധാന്യപൂർവ്വം നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകനോടൊപ്പമുള്ള ഈ അനുചരന്മാരും മദീനയിലേക്ക് ഹിജറ പോകുന്നത് അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. എന്തിന് നിങ്ങൾ ഹിജറ പോകുന്നു എന്ന ചോദ്യത്തിന് അവർക്കുള്ള ഉത്തരം കച്ചവടത്തിനല്ല, കല്യാണം കഴിക്കാനല്ല, തൊഴിൽ കണ്ടെത്തിക്കൊണ്ടല്ല, ഉപജീവനത്തിനല്ല, മറിച്ച് ഞങ്ങൾക്ക് മുഅ്മിനായി ജീവിക്കണം, മുസ്ലിമായി ജീവിക്കണം. അതിന് ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് പറ്റാവുന്നൊരു പ്രദേശം ആ രാജ്യമാണ്. ഈമാനുള്ള മനുഷ്യന്, ഇസ്ലാമുള്ള മനുഷ്യന് തന്റെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആ നാട്ടിലുണ്ട്. ഇതിനു വേണ്ടിയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ആ യാത്രക്ക് വേണ്ടി തങ്ങളുടെ ഭവനവും സമ്പത്തും കച്ചവടങ്ങളും ബന്ധങ്ങളും സൗഹൃദങ്ങളും എല്ലാം അവരെ ത്യജിച്ചു. ഇനി ഒരിക്കലും മക്ക തങ്ങളുടെ രാജ്യമല്ല, നഷ്ടപ്പെട്ടത് തങ്ങൾക്ക് ആവശ്യവുമില്ല, ഞങ്ങളത് തിരിച്ചു വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുമില്ല. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടൊരു യാത്രയാണ്. തിരിച്ചു വരവില്ലാത്ത രീതിയിൽ എന്നേക്കുമായി തങ്ങളുടേത് എന്ന് പറഞ്ഞിരുന്ന ഭൗതികമായ വിഭവങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു യാത്ര. ഈ യാത്രയായിരുന്നു ഹിജറ. അതുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം ചരിത്രത്തിൽ ഇത്രയും പ്രസിദ്ധമായത്. വിശ്വാസത്തിന്റെ വഴിത്താരയിൽ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് തങ്ങൾക്കുള്ള വിലപ്പെട്ടതെല്ലാം ത്യജിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. അതുകൊണ്ട് ഇത് സാധാരണഗതിയിലുള്ള ഒരു പലായനമല്ല, മറിച്ച് ഒളിച്ചോട്ടമല്ല, മറ്റേതെങ്കിലും രാജ്യത്തേക്ക് വേണ്ടിയുള്ള ചേക്കേറലുമല്ല, മറിച്ചത് വിശ്വാസത്തിന്റെ ജീവിതത്തിന് വേണ്ടിയുള്ള, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, മുഅ്മിനായി ജീവിക്കുവാൻ സാധിക്കുവാൻ വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു. ആ യാത്ര കൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ നേട്ടങ്ങൾ വളരെ ചെറുതല്ല. ഹിജ്റയുണ്ടായിരുന്നില്ലെങ്കിൽ ബദർ ഉണ്ടാകുമായിരുന്നില്ല, മക്ക വിജയം ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് ഹിജ്റ രണ്ട് തരത്തിലുള്ള ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ലോകത്തിന് നൽകുന്നുണ്ട്. ഒന്ന് മുഹാജിറുകൾ. മുഹാജിറുകൾ എന്ന് പറയുന്ന ഒരു കുടുംബമോ ഒരു ഗോത്രമോ അല്ല. രണ്ടാമത്തത് അൻസാരികൾ. അൻസാറുകൾ എന്ന് പറയുന്ന തറവാട്ടുകാരല്ല. അതിൽ അവരെ തറവാട് ഔസാണ്, ഖസ്റജാണ്, അങ്ങനെ ഒരുപാട് തറവാടുള്ളവരാണവർ. വ്യത്യസ്ത തറവാട്ടുകാരാണെങ്കിൽ പോലും അവർക്കെല്ലാം അള്ളാഹു അൻസാർ എന്ന അപരനാമം നൽകുകയുണ്ടായി. ഒരു ഭാഗത്ത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വെറും കൈയുമായി മദീനയിലേക്ക് അഭയാർത്ഥികളായി വന്നവർ, മറുഭാഗത്ത് തങ്ങൾ സമ്പന്നരല്ലെങ്കിലും അറബ് ലോകത്തുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളല്ലെങ്കിലും ഉള്ളത് പങ്കുവെക്കാൻ തയ്യാറുള്ള, സ്വന്തം വിശ്വാസിയായി വന്ന മനുഷ്യനെ സ്വസഹോദരനായി രക്തബന്ധത്തെക്കാൾ ഉപരി പരിഗണിക്കുവാൻ തയ്യാറായിട്ടുള്ള സഹായഹസ്തങ്ങൾ നീട്ടിയ അൻസാരികൾ എന്ന വിഭാഗവും ഉണ്ടായി. ഇത് രണ്ടും ഇസ്ലാമിക ചരിത്രത്തിലെ സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും മഹത്തായ മാതൃകളായി എന്നേക്കും അവശേഷിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഈ രണ്ട് വിഭാഗത്തെയും പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലാഹുവിനെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ പരാമർശിക്കുന്ന ധാരാളം ആയത്തുകൾ കാണാം. ഫല്ലദീന ഹാജറു വഉഖ്രിജൂ മിൻ ദിയാരിഹിം വഊദൂ ഫീ സബീലി. ഹിജ്റ പോയ ആളുകൾ, എനിക്ക് വേണ്ടി പടച്ചവന്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെട്ടവർ, സ്വന്തം ഭവനങ്ങളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടവർ, വഖാതലു, അവരെ യുദ്ധം ചെയ്തു, അവരെ വധിക്കപ്പെട്ടു, ഇങ്ങനെയെല്ലാം അനുഭവിക്കേണ്ടി വന്ന ആളുകൾക്ക് ലഉകഫിറന്ന അൻഹും സയ്യിആതിഹിം വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. എല്ലാ പാപങ്ങളും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. സർവത്ര അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്വർഗത്തിലാണ് അവരെ ഞാൻ പ്രവേശിപ്പിക്കുന്നത്. സവാബൻ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ് അവർക്ക് നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ മുഹാജിറുകൾക്ക് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലത്തെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തി. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാൻ, തങ്ങളുടെ ഭവനം, രാജ്യം, സത്യവിശ്വാസം എല്ലാം ഒരുക്കിക്കൊണ്ട് മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകൾക്ക് സർവ്വ സഹായങ്ങളും നൽകിയിട്ടുള്ള ആളുകൾ, അവർക്കും അല്ലാഹുവിന്റെ മഗ്ഫിറത്തും മർഹമത്തും ലഭിക്കുന്നു. പടച്ചവൻ അവരെ പാപം പുറത്തു കൊടുക്കുന്നു. അവർക്ക് അല്ലാഹു സ്വർഗത്തിൽ എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കുവാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് ഈ അനുഗ്രഹീതരായ അൻസാരികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ അൻസാരികളെയും മുഹാജിറുകളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു സന്ദേശം എന്താണ്?
والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان. നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. ആദ്യമേ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ള മുഹാജിറുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ വന്ന ആളുകൾ, വൽ അൻസാർ, അവർക്ക് വേണ്ടി സർവ്വ സഹായങ്ങളും ചെയ്തിട്ടുള്ള അൻസാരികൾ. ഇനി നിങ്ങൾ ആരാവണം? വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മ പ്രവർത്തിച്ചുകൊണ്ട് ഈ മുഹാജിറുകളെയും അൻസാരികളെയും അനുധാവനം ചെയ്യണം നിങ്ങൾ. നമ്മളോട് റബ്ബ് പറയുന്ന സന്ദേശം, മുഹാജിറുകളെ പോലെ പടച്ചവന് വേണ്ടി എല്ലാം ത്യജിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഈമാൻ സംരക്ഷിക്കുവാൻ, മുസ്ലിമായി ജീവിക്കുവാൻ നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ ത്യജിക്കാൻ തയ്യാറാവണം. ത്യാഗത്തിന്റെ, ഈമാനിന്റെ വഴിത്താരയിലുള്ള ത്യാഗത്തിന്റെ മഹത്തായ ജീവിത മാതൃക മുഹാജിറുകളിൽ നിന്ന് നിങ്ങൾ പഠിക്കണമെന്ന് അള്ളാഹു നമ്മളോട് പറയുന്നു. വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് വരുന്ന മുസ്ലിങ്ങളെ, മുഹാജിറുകളെ സ്വീകരിച്ച അൻസാരികളിൽ നിന്ന് സഹായത്തിന്റെ മാതൃക നിങ്ങൾ പഠിക്കണമെന്ന് ഖുർആൻ പറയുന്നു. അതാണ് വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ആ അൻസാരികളെയും മുഹാജിറുകളെയും പിൻപറ്റിക്കൊണ്ട് നന്മ പ്രവർത്തിച്ചുകൊണ്ട് നല്ല ജീവിതം നിങ്ങൾ മാതൃകയാക്കി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ലഭിക്കുന്ന കാര്യം റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടതുപോലെ നിങ്ങളെയും അള്ളാഹു തൃപ്തിപ്പെടും. അവരല്ലാഹുവിനെ തൃപ്തിപ്പെട്ടതുപോലെ നിങ്ങളും അള്ളാഹുവിന്റെ കാര്യത്തിൽ സംതൃപ്തരാകണം. ഇതാണ് വിശുദ്ധ ഖുർആൻ ഈ അൻസാരികളുടെയും മുഹാജിറുകളുടെയും ചരിത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള മാതൃകാ സന്ദേശം. ഈ സന്ദേശമാണ് ഹിജ്റ നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അൻസാരികളെയും മുഹാജിറുകളെയും മാതൃകയാക്കാൻ, അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അവർക്കിടയിൽ മുമ്പെങ്ങുമില്ലാത്ത ഇസ്ലാമിക സാഹോദര്യം ആ മദീനയുടെ നാഗരികതയിൽ വളർന്നു വന്നു. ഇസ്ലാമിക സമൂഹം അവിടെ ഉണ്ടായി. പള്ളി വന്നു, ഇസ്ലാമിക സമൂഹമുണ്ടായി, ഇസ്ലാമിക നാഗരികതയുണ്ടായി, ഇസ്ലാമിക രാജ്യമുണ്ടായി, ഒരു ഇസ്ലാമിക സംസ്കാരമുണ്ടായി. ലോകത്തിന് എക്കാലത്തേക്കും മാതൃകയുള്ള ഒരു നഗരമായി ആ പട്ടണം മാറിയപ്പോൾ ആ പട്ടണത്തിന് യസീബ് എന്നതിന് പകരം അറിയാതെ, ആരും പേര് നിശ്ചയിക്കാതെ മദീനത്തു റസൂലില്ല, പ്രവാചകന്റെ നഗരി എന്ന നാമം അവിടെ പ്രചരിച്ചു വന്നു. ആ നാമം പിന്നീട് ചുരുക്കിയിട്ടാണ് അൽ മദീന എന്ന് വന്നത്. അവിടുന്ന് പിന്നീട് ലോകത്തിന്റെ വെളിച്ചം ലഭിച്ചു. പ്രവാചകന്റെ സന്ദേശവാഹകരായിക്കൊണ്ട് അറബ് പത്രങ്ങളിലേക്ക്, അനറബി രാജ്യങ്ങളിലേക്ക്, ഏഷ്യയിലേക്ക്, യൂറോപ്പിലേക്ക്, ഇന്ത്യയിലേക്കെല്ലാം ഇസ്ലാമിന്റെ പ്രചാരകർ അവിടുന്ന് പ്രവാചകൻ കൊളുത്തിക്കൊടുത്ത വെളിച്ചവുമായി സഞ്ചരിച്ചപ്പോൾ അൽ മദീനത്തുൽ മുനവ്വറ, പ്രകാശപൂരിതമായ മാതൃകയുള്ള മദീന നഗരം എന്ന പേരിൽ അറിയപ്പെട്ടു. അങ്ങനെയാണ് നഗരം എന്ന അർത്ഥത്തിന്, പട്ടണം എന്ന അർത്ഥത്തിലുള്ള വാക്ക് ഒരു നാട്ടിന്റെ പേരായി മാറിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു മാതൃകാ യോഗ്യമായ നഗരി, ഇസ്ലാമിക ലോകത്തിന്റെ എക്കാലത്തും അനുസ്മരിക്കാവുന്ന, ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാവുന്ന ഒരു നാഗരിക സംസ്കാരം, അത് വളർന്നു വന്ന കേന്ദ്രം അതായിരുന്നു മദീന. ഇതിലെല്ലാം അവസരം ഒരുക്കിയിട്ടുള്ളത് ഈ ഹിജ്റയുടെ ചരിത്രമാണ്. അതുകൊണ്ടാണ് ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ചർച്ച വന്നപ്പോൾ ഇസ്ലാമിന് ലോകത്ത് അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത്, ഇസ്ലാം ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത്, ഇസ്ലാമിക സമൂഹം എന്ന് സൃഷ്ടിക്കപ്പെട്ടത്, ബദർ ഉണ്ടായത്, മക്കാ വിജയം ഉണ്ടായത്, ഇസ്ലാമിക മതപ്രചരണം ഉണ്ടായത്, എല്ലാത്തിന്റെയും അടിസ്ഥാനം മദീനയിലേക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയും ഹിജ്റയ്ക്ക് ശേഷം പ്രവാചകൻ നൽകിയ നേതൃത്വവുമാണ്. ഖുർആൻ പറഞ്ഞു, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ, മിൻ അവ്വലി യൗമിൻ, ആദ്യ ദിനം. തഖ്വയുടെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട പള്ളി എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ ആദ്യമായി നിർമ്മിച്ച ഖുബാ മസ്ജിദിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പരാമർശിച്ചപ്പോൾ മിൻ അവ്വലി യൗം, ഒന്നാം തീയതി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താണ്? പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ വന്ന ആദ്യത്തെ ദിനം. ഇത് സൂചിപ്പിച്ചതും പ്രവാചകന്റെ ഹിജ്റയാണ് കലണ്ടറിന്റെ നാം പരിഗണിക്കേണ്ടത് എന്ന സൂചനയാണ്. അതുകൊണ്ട് മുസ്ലിം ലോകത്തിന് എക്കാലത്തും അനുസ്മരിക്കാവുന്ന രീതിയിലുള്ള
ത്യാഗോജ്ജലമായ ഒരു യാത്രയാണ്, പലായനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പലായനം എന്നും ഓർക്കേണ്ടതാണ്. ഇനി ഇതിന്റെ മറുവശമായി ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു യാത്രക്ക് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും എല്ലാവിധ ആസൂത്രണങ്ങളും ചെയ്തു. ഒരു വഴികാട്ടി അവരെ സംഘടിപ്പിച്ചു. എതിർദിശയിലേക്ക് സഞ്ചരിച്ചു. സൗർ ഗുഹയിൽ 3 ദിനം അഭയം തേടി. അവിടെ നിന്ന് ചെങ്കടൽ തീരത്തുകൂടെ യാത്ര ചെയ്ത് അപരിചിതമായ വഴിയിലൂടെ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. വളരെ വളരെ കടുത്ത ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവർ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതൊരു കടുത്ത ത്യാഗമുള്ള യാത്ര തന്നെയാണ്. ഏറ്റവും വലിയ ത്യാഗോജ്ജലമായ യാത്ര തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വീണ്ടും ഒരു ഉംറ ചെയ്യണമെന്നൊരു ആഗ്രഹം അവർക്കുണ്ടായി. മക്കയിൽ 1 വർഷം 5 പിന്നിട്ടു. 5 വർഷം കഴിഞ്ഞപ്പോൾ ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വന്നു. മക്കയിൽ പ്രവേശിക്കാൻ മുശ്രിക്കുകൾ സമ്മതിച്ചില്ല. സമ്മതിക്കാതിരുന്നപ്പോൾ ഇഹ്റാമിൽ വന്ന ആളുകൾ ഇഹ്റാമിന് വിരമിച്ചു. അവസാനം ചരിത്ര പ്രസിദ്ധമായ ഹുദൈബിയ സന്ധി ഉണ്ടായി. അടുത്ത വർഷം വന്നുകൊണ്ട് ഉംറ ചെയ്യാം, ഈ വർഷം തിരിച്ചു പോകണമെന്നാണ് മുശ്രിക്കുകളുടെ തീരുമാനം. തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഉംറ ചെയ്യാതെ തിരിച്ചുപോയി. അടുത്ത വർഷം വന്നുകൊണ്ട് ഉംറ ചെയ്യുകയും 3 ദിനം മക്കയിൽ താമസിക്കുകയും ചെയ്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവാചകനോടൊപ്പമുള്ള മഹാന്മാരുടെയും ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഈ വർഷം ഹജ്ജ് കഴിഞ്ഞല്ലോ. ഈ ഹജ്ജിനിടയിൽ നമ്മുടെ കേരളത്തിൽ വന്ന ഹജ്ജ് സംഘത്തിന്റെ ക്യാമ്പിൽ നടന്ന ചില കാര്യങ്ങൾ മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് മുഴുവൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 130ഓളം ആളുകളടങ്ങുന്ന ഹജ്ജ് സംഘത്തിന്റെ നേതാവ് ആളുകളോട് പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ഒരു പ്രത്യേക ത്വരീഖത്തിന്റെ ആളാണ്. ഈ ആളുകളോടൊക്കെ ത്വരീഖത്തിൽ ചേരാൻ വേണ്ടി അദ്ദേഹം പ്രേരിപ്പിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. താല്പര്യമില്ലാത്ത ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഷെയ്ഖിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഷെയ്ഖിന് മരിച്ചയാളുമായി സംസാരിക്കാൻ ദിവ്യസിദ്ധി ഉണ്ടെന്നും അസ്രായിൽ പോകുന്ന വഴി അറിയാവുന്നത് കൊണ്ട് ഇന്ന വ്യക്തി എപ്പോൾ മരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ ദിവ്യശക്തി ഉണ്ടെന്നുമൊക്കെ അയാൾ പോലും പ്രചരിപ്പിക്കുന്നത്. ഇത് കേട്ട് സഹികെട്ട ഒരു വിഭാഗം ഹാജിമാർ അസിസ്റ്റന്റ് നേതൃത്വത്തിൽ സുബഹി നമസ്കരിക്കാൻ വിസമ്മതിച്ചതോടെ ത്വരീഖത്ത് പക്ഷം രോഷാകുലരായി. ഇരു സുന്നികളും വഹാബികളും കഴുതകളാണെന്ന് അസിസ്റ്റന്റ് ആരോപിച്ചതോടെ രംഗം വഷളായി. ഒടുവിൽ ഇയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് തമ്പിൽ നിന്ന് പുറത്താക്കുന്നതിൽ മറുവിഭാഗം വിജയിച്ചു. ഷെയ്ഖ് വിചാരിച്ചാൽ ഇവരെയെല്ലാം ഭസ്മമാക്കാൻ കഴിയുമെന്ന് ഭീഷണിയോടെയാണത്രേ ശിഷ്യന്മാർ എതിരാളികളെ നേരിട്ടത്. നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ നാട്ടില് ഒരാൾ മഹാനാണ്, ഷെയ്ഖാണ് എന്ന് വന്നാൽ അയാൾക്കുള്ള പ്രത്യേകത പറയുന്നത്, അസ്രായിൽ പോകുന്ന വഴി അയാൾക്ക് കൃത്യമായിട്ട് അറിയും. അതുകൊണ്ട് ഓരോ മനുഷ്യനും എപ്പോൾ മരിക്കും എന്നുള്ള മൂപ്പര് പറഞ്ഞു കൊടുക്കും. ആരെന്നൊന്നും പറയേണ്ടിയിരുന്നു, അയാൾ എപ്പോഴാ മരിക്കുന്നത് കൃത്യ ഡേറ്റ് പറഞ്ഞാൽ മതിയായിരുന്നു. അയാൾ എപ്പോഴാ മരിക്കുന്നൊരു കൃത്യ ഡേറ്റ് അയാൾ പ്രഖ്യാപിച്ചാൽ അതൊരു സമാധാനം ഉണ്ടാവുകയായിരുന്നു. ആ ഷർറ അവിടെ തീരുവല്ലോ. ആർക്കാ കൂട്ടരേത് അറിയാം. ഒമാ തദിരി നഫ്സും മാതാ തക്സിബു ഗദാ ഒമാ തദിരി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. എപ്പോഴാണ് മരിക്കുക, എവിടെയാണ് മരിക്കുക എന്ന് ഒരാൾക്കും അറിയാത്ത സംഗതിയാണ്. അത് പടച്ചവരെ മാത്രം അറിയുന്ന ഒരു സംഗതിയാണ്. അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ നബിമാർക്ക് പോലും അറിയാം, അല്ലെങ്കിൽ അവർക്കും അറിയാം. എന്നാണ് എന്റെ മരണമെന്ന് ആർക്കും അറിയാത്തൊരു സംഗതിയാണ്. എന്നിട്ട് ഇയാൾക്ക് അറിയുന്നത് മാത്രമല്ല, അസ്രായിൽ പോകുന്ന വഴി മൂപ്പരിങ്ങനെ കമ്പ്യൂട്ടർ നോക്കുന്നവരെ നോക്കി കാണും. ഓരോ മനുഷ്യനും എപ്പോഴാ മരിക്കാന്ന് ഇയാൾക്ക് പറയാൻ കഴിയുന്നു. ആ കഴിവ് ഇയാൾക്കുണ്ട് എന്നാ വിശ്വാസം.
രണ്ടാമത് പറഞ്ഞത് എന്താ? ഷെയ്ഖ് വിചാരിച്ചാൽ എല്ലാരെയും ഭസ്മമാക്കാൻ കഴിയും. ഇത് ഷെയ്ഖ് അറിയാത്തത് മഹാഭാഗ്യായി എന്നാണ്. അറിഞ്ഞാൽ ഈ ആളുകളൊക്കെ, ഈ വന്ന ഹജ്ജിന് വന്ന ആളുകളൊക്കെ അവിടെ ഭസ്മായി തീരും. ഇതാണ് അയാൾ പറയുന്നത്. ഇതാണ് അവരുടെ വിശ്വാസം. ഈ വിശ്വാസത്തിന് മതപരമായി എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ നമ്മൾ ചിന്തിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ പോകാൻ ഈ ആസൂത്രണങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു അല്ലേ? ഒളിവിൽ കഴിഞ്ഞ 3 ദിവസം തൗറു ഗുഹയിൽ ഇവരീ പറയുന്ന അത്ഭുത സിദ്ധി പ്രവാചകനുണ്ടായിരുന്നെങ്കിൽ, അബൂബക്കർ റളിയല്ലാഹു ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രയാസമില്ലല്ലോ. ഇങ്ങനൊരു ഹിജ്റ എന്ന് പറയുന്ന സംഗതിയെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. ബദർ ഉണ്ടാവോ, ഉഹദ് ഉണ്ടാവോ, ഉംറക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകോ? ഇതൊന്നും സംഭവിക്കൂല. കാരണം ശത്രുക്കൾ എന്ത് വിചാരിക്കുന്നു അതൊക്കെ ഭസ്മാകും. എന്താണോ റസൂല് വിചാരിച്ചത് അതൊക്കെ നടപ്പിലാകും. ഇത് റസൂലിന്റെ വീട് വളഞ്ഞു നിൽക്കുന്ന ആളുകൾ ആരും ഭസ്മായിട്ടില്ല. പടച്ചോന്റെ പ്രത്യേക സഹായം കൊണ്ട് അവരെ കണ്ണിൽപ്പെടാതെ റസൂലിനെ രക്ഷപ്പെടുത്തിയെന്ന ആരും ഭസ്മമായില്ല. തിരഞ്ഞു നടക്കുന്ന സേനകളുടെ കൈകളൊന്നും കുഴഞ്ഞു പോയില്ല. അവരാരും ഭസ്മമായിട്ടില്ല. ഇതാ റസൂലിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിപ്പിക്കുന്നതാണ്. ഇവര് പറയുന്ന അനുസരിച്ചാണ് റസൂൽ എന്താ പറയുക അബൂബക്കറിനോട്, എവിടെ ഒട്ടകം എന്ന് ചോദിക്കും. എന്നാ കേറി രണ്ടാക്കോ ഒപ്പം ഇരിക്കാം, കണ്ണ് ചിമ്മിക്കോ, കണ്ണിമ്പി തുറന്നു നോക്കുമ്പോ മദീനത്ത്. അത്ഭുത യാത്ര. അപ്പൊ പിന്നെ ഹിജ്റ ഉണ്ടാവുമോ? ഇത്തരം അത്ഭുതമുള്ള അസ്രായേൽ പോകുന്ന വഴിയൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഷെയ്ഖെങ്കിൽ ഈ ഷെയ്ഖിനേക്കാളും കഴിവാണല്ലോ അബൂബക്കർ റളിയല്ലാഹുവിന്. കാരണം ഷെയ്ഖ് ചിലപ്പോൾ നിസ്കരിക്കുന്ന കൂടി ഉണ്ടാവില്ല, ജുമാഅത്ത് ജമാഅത്തിന് പോകുന്നുണ്ടാവില്ല. അതേസമയത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈമാനെ സംബന്ധിച്ച് റസൂല് പരിചയപ്പെടുത്തിയത് ഈ ഉമ്മത്തിൽ പ്രവാചകന്റെ ശേഷമുള്ളതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിഗതയാണ്. അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളെ സംബന്ധിച്ച് ആർക്കും രണ്ടഭിപ്രായമില്ല. ആ മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിനാണ് പ്രവാചകന് വേണ്ടി കാവലായിട്ട് ഒപ്പം പോകുന്നത്. അദ്ദേഹം നോക്കിയാണ് ശത്രുക്കൾ വരുന്നുണ്ടോ, പതിയിരിക്കുന്നുണ്ടോ. റസൂലെ, ഞാൻ വധിക്കപ്പെട്ടാൽ ഞാൻ മാത്രമല്ലേ മരിക്കുള്ളൂ എന്ന് അദ്ദേഹം റസൂലിന്റെ സംരക്ഷണത്തിന് വേണ്ടി കൂടെ യാത്ര ചെയ്യാം. ഇവര് പറയുന്ന അനുസരിച്ചാണ് റസൂലിന്റെ ഒരു സംരക്ഷകമാണോ, ഒരു സഹായിയുടെ ആവശ്യമുണ്ടോ, ഒരു അമുസ്ലിമായ മനുഷ്യനെ വഴികാട്ടിയായി സ്വീകരിക്കേണ്ടി വരുമോ? എന്താണ് ഷെയ്ഖ്, എന്താണ് ഈ ത്വരീഖത്ത്, എങ്ങോട്ടാ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ആളുകൾ വിലയിരുത്തുന്നത്? എവിടേക്കാണ് ഈ സമൂഹത്തെ നയിക്കുന്നത്? ഈ പുരോഹിത വർഗം എങ്ങോട്ടാണ് നമ്മുടെ സമുദായത്തെ നയിക്കുന്നത്? നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. റസൂലിനേക്കാളും വലിയൊരു ഷെയ്ഖ് ഉണ്ടാകുമോ? അബൂബക്കർ റളിയല്ലാഹുവിനേക്കാളും വലിയൊരു മഹാൻ ഉണ്ടാകുമോ? അവർക്കൊന്നും സാധിക്കാത്ത, അവരേലും ജീവിതത്തിൽ അനുഭവിക്കാത്ത, അവർക്കൊന്നും പടച്ചവന് ലഭിക്കാത്ത അത്ഭുതകരമായ കഴിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് ഔലിയാക്കന്മാരെ സൃഷ്ടിക്കുക. ത്വരീഖത്തിന് ഔലിയാക്കന്മാരെ നിർമ്മിക്കാനുള്ള ഒരു വ്യവസായശാലയാണത്. അതിലും ചേർന്ന് കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ ഔലിയായി മാറുന്ന, ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്തിട്ടും പടച്ചവനോട് അടുത്തുകൊണ്ടുമാണ് ഒരാൾ വലിയാവുക. ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ആളുകൾ ഔലിയാക്കന്മാരായി പടച്ചുവിടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ ത്വരീഖത്ത്. അപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന, ആളുകളെ വഴിതെറ്റിക്കുന്ന ഇത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിയണം. അതിനുകൂടി പ്രവാചകന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. റസൂലിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അൻസാരികളെയും മുഹാജിറുകളെയും പഠിച്ചുകൊണ്ടാവണം നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മളോട് പറഞ്ഞത് അവരെ ഇത്തിബാഅ് ചെയ്യാനാണ്. ഈ അൻസാരികളെയും മുഹാജിറുകളെയും പിൻപറ്റാനാണ് നമ്മളോട് പറയുന്നത്. അവരെങ്ങനെ പിൻപറ്റണം? അവർ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെല്ലാം കൃത്യമായും ജീവിതത്തിൽ പാലിച്ചു. ഇസ്ലാമിന് വേണ്ടി എല്ലാ അർത്ഥത്തിലുമുള്ള ത്യാഗങ്ങൾ അവർ തയ്യാറായി. സ്വന്തം ജീവൻ വരെ അവർ ബലി കൊടുത്തു. ജീവൻ ബലി കൊടുത്തുകൊണ്ടാണ് അവരിൽ മക്കയിൽ ഷഹീദുകൾ ഉണ്ടായത്. ബദറിലും ഉഹദിലും ശുഹദാക്കൾ ഉണ്ടായത് ജീവൻ ബലിയെടുത്തുകൊണ്ടാണ്. ഇങ്ങനെയുള്ള എല്ലാ കടുത്ത ത്യാഗങ്ങളും അവർ അനുഭവിച്ചിട്ടുണ്ട്. ഇതാണ് സ്വഹാബത്തിന്റെ ജീവിതം. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നുമല്ലാത്ത ഏതൊക്കെയോ തരത്തിലുള്ള പ്രത്യേക കഴിവുകളുണ്ട്. ഇസ്ലാമിന്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് ഇത്തരം കഴിവുകൾ ഉണ്ടാകും.
എന്ന് പറഞ്ഞിട്ട് കള്ളന്മാരെ ഔലിയാക്കന്മാരാക്കുകയും വ്യാജന്മാരെ ശൈഖന്മാരാക്കി അവതരിപ്പിക്കുകയും ചെയ്ത് അവരെ കൈവിട തുടർച്ച സ്വീകരിച്ച് വഴിതെറ്റിപ്പോകുന്ന ആളുകൾ കുറച്ചൊന്നുമല്ല. അവരെന്തെങ്കിലും ചില ദിക്റൊക്കെ ചൊല്ലി കൊടുക്കാൻ പറയുന്നുണ്ടാവും. ഇതിന്റെ പേരിലാണ് ആളുകൾ അവരെ ആളുകളെ ചാക്കിട്ട് പിടിക്കുന്നത്. പക്ഷെ വിശ്വാസപരമായി ഈ ആളുകൾ അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണമെന്നർത്ഥം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു സംഗതിയുണ്ട്. മക്ക വിജയിച്ചതിന് ശേഷം റസൂൽ പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്. മക്ക വിജയം കഴിഞ്ഞു, ഇനി ഹിജ്റയില്ല. വലാകിൻ ജിഹാദുൻ വനിയ്യ. ഇനി അവശേഷിക്കുന്നതൊന്ന് ജിഹാദാണ്. ഇസ്ലാമിന് വേണ്ടിയുള്ള ത്യാഗപൂർണമായ സമരങ്ങൾ അത് അവശേഷിക്കുന്നുണ്ട്. വനിയ്യത്തുൻ, നല്ല ഉദ്ദേശത്തോടുകൂടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഇഖ്ലാസുള്ള മനസ്സ് അത് അവശേഷിക്കുന്നുണ്ട്. മറ്റൊന്നും കൂടി റസൂൽ വിശദീകരിച്ച് പറഞ്ഞു, വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിരോധിച്ചത് വർജിക്കുന്നവൻ മുഹാജിറാണ്. പടച്ചതമ്പുരാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് നിഷിദ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിഷിദ്ധമായത് ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് മുഹാജിറിന്റെ പ്രവർത്തനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ ഒരു ത്യാഗത്തിന്റെ ഭാഗമായി നമ്മൾ കാണണം. നിഷിദ്ധമായ ഹറാമായ സംഗതികൾ ഞാൻ ചെയ്യില്ല, പ്രവർത്തിക്കില്ല. ഹറാമുകൾ ഞാൻ കാണില്ല, പറയില്ല, കേൾക്കില്ല. അതിൽ നിന്ന് ഞാൻ പൂർണ്ണമായും അകന്നു നിന്നുകൊണ്ട് ജീവിതം നയിക്കുമെന്നുള്ള ഒരു ഹിജ്റയുടെ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിജ്ഞാപൂർവ്വം തന്നെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്താൽ മുഹാജിറിന്റെ ഒരു ഗണത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹിജ്റയുടെ പുതിയ വർഷ പുലരിയിൽ പ്രവാചകന്റെ ഹിജ്റയും സഹാബത്തിന്റെ ഹിജ്റയും അത് നൽകുന്ന മഹത്തായ സന്ദേശങ്ങളും അത് നമുക്ക് ശാശ്വതമായി നൽകിയിട്ടുള്ള എന്തൊക്കെ അധ്യാപനങ്ങളുണ്ടോ അതൊക്കെയും നമ്മൾ ഓർക്കുകയും മനസ്സിലാക്കുകയും ചരിത്രം നമ്മൾ കൃത്യമായും സംശുദ്ധമായും പഠിക്കുകയും ചെയ്യണം. ഈ കലണ്ടറുകൾ മാറ്റി സ്ഥാപിക്കുന്ന സമയത്ത് റസൂലിനെ നമുക്ക് ഓർക്കാൻ കഴിയണം. ആ ജീവിതത്തെ നമുക്ക് മറന്നുകൂടാ. റസൂൽ ജീവിച്ച നമുക്ക് വേണ്ടിയാണ്, ഉമ്മത്തിന് വേണ്ടിയാണ്, സമുദായത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആ പ്രവാചകനോടുള്ള സ്നേഹവും പ്രവാചകനോട് പിൻപറ്റുക എന്ന അനുധാവനം ചെയ്യുന്ന മാതൃകയും നമ്മുടെ ജീവിതം ഉൾക്കൊള്ളുകയും നന്മകൾ പ്രവർത്തിച്ചും തിന്മകളിൽ നകന്നെന്നും നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹുവിന്റെ സംതൃപ്തരായ ആളുകളുടെ കൂട്ടത്തിൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം ഉൾപ്പെടാൻ സാധിച്ചേക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അതിലുള്ള സർവത്ര അനുഗ്രഹങ്ങളും തൗഫീക്കുകളും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബിൽ നിന്ന് ലഭിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്ന സത്യവിശ്വാസികളായി തീരാൻ നമ്മെയും നമ്മുടെ സന്താനങ്ങളെയും കുടുംബാദികളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളും വിഷമങ്ങളും കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും റബ്ബിൽ നിന്ന് നല്ല രീതിയിലുള്ള പരിഹാരം ഉണ്ടാകുമാറാകട്ടെ. കുടുംബങ്ങളുടെ മരണവും മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളും കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലാർഹമായ രൂപത്തിലുള്ള ക്ഷമയും സഹനവും നൽകിക്കൊണ്ട് അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ പലരുമുണ്ട്. എല്ലാവരും ഖബർ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവരുടെ ഖബർ ജീവിതത്തിൽ അവർക്ക് അനുഗ്രഹവും റഹ്മത്തും നൽകിക്കൊണ്ട് റബ്ബ് അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിൽ മാത്രം പോകുന്ന ജനവിഭാഗത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على محمد وعلى آله وصحبه أجمعين. السلام عليكم.